സ്വാഗതം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ബി എന്നൊരു മാട്രിക്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. യൂസ് ദി പ്രോഡക്റ്റ് ഓഫ് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഈ ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യണം. നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ? എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ മെത്തേഡ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല തൽക്കാലം. ഇവിടെ നമ്മളിവിടെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നു. എന്ത് ചെയ്യുന്നു? എയും ബിയും കൂടെ ഇൻറ്റു ചെയ്യാൻ പോകുന്നു. എ ഇൻറ്റു ബി. ഇപ്പം എടുത്ത് എഴുതാം. എ സൈഡ് കൂടെ എടുത്ത് എഴുതാം. എ എന്താണ്? 1 - 1 2. അടുത്തത് 0 2 -3. അടുത്തതോ 3 - 2 4 എന്നാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് -2 0 1. അടുത്തത് 9 2 -3. അടുത്തത് 6 1 -2. ഇതാണ് ബി. ഇതിൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് കണ്ടുപിടിക്കാം. എയും ബിയും കൂടെ ഇൻറ്റു ചെയ്യാൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. 7 എന്ന രൂപത്തിലല്ലേ, അതായത് റോ ഇൻറ്റു കോളം എന്നല്ലേ മൾട്ടിപ്ലൈ പഠിച്ചത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 × -2 എന്താ? -2. 1 × -2 -2. അടുത്തത് -1 × 9 എന്ത് വരും? -9 പ്ലസ് -9. അടുത്ത 2 × 6 എന്ത് വരും? 12. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം. അപ്പോൾ 1 × 0 0 വരും. അടുത്തത് -1 × 2 -2 വരും. അടുത്തത് 2 × 1 +2 വരും. ഓക്കെ. അടുത്തത് ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളത്തിന് 1 × 1 എന്ത് വരും? 1 വരും. അടുത്ത -1 × -3 എന്ത് വരും? +3 വരും. അടുത്തത് 2 × -2 -4 വരും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ 3 കോളത്തെയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് 0 × -2 എന്ത് വരും? 0 വരും. 0 × -2 -2 അല്ല 0 വരും. അടുത്ത 2 × 9 2 × 9 എത്ര വരും? 18. അടുത്തത് -3 × 6 -3 × 6 -18. അടുത്തത് ഇപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത്. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യും. 0 × 0 0 2 × 2 4. അടുത്തത് -3 × 1 എന്ത് വരും? -3. ഓക്കെ. അടുത്തത് 0 × 1 0 വരും. അടുത്ത 2 × -3 -6 വരും. -3 × -2 +6 വരും. അപ്പോൾ സെക്കൻഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അടുത്ത തേർഡ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × -2 എന്ത് വരും? -6. -2 × -9 -18. അടുത്തത് 4 × 6 എന്ത് വരും? 24 +24. അടുത്തത് 3 × 0 0 -2 × 2 -4 -2 × 2 -4. അടുത്ത 4 × 1 +4. അപ്പോൾ സെക്കൻഡ് കോളത്തിൽ മൾട്ടിപ്ലൈ. ഇനി തേർഡ് കോളത്തിൽ 3 × 1 3 വരും. അടുത്ത -2 × +6 വരും. അടുത്ത 4 × -2 എന്ത് വരും? 4 × -2 × -3 -6. അടുത്തത് 4 × -2 -8 വരും. 4 × -2 -6. ഇപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ആൻസർ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ആഡ് ചെയ്തപ്പോഴും ഇവിടെ എന്ത് വരും? -2 -9 -11 അല്ലേ? -11 +12 കൂടെ കൂട്ടുമ്പോൾ ആൻസർ 1 അല്ലേ വരുന്നത്? 1. അടുത്ത് ഇവിടെ വരുന്നത് എന്താ വരുന്നത്? 0 1 0. കാരണം -2 +2 കൂടെ ആഡ് ചെയ്താൽ ഇവിടെ -2 ആണ്. ഈ -2 +2 കൂടെ ആഡ് ചെയ്താൽ 0. അപ്പുറത്ത് വരുന്നതോ -4 +4. അപ്പോൾ എന്ത് വരും? 0 വരും. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ -18 +18 കൂടെ ആഡ് ചെയ്താൽ 0. ഇവിടെ വരുമ്പോഴത്തേക്ക് -3 +4 അപ്പോഴും +1. അപ്പുറത്തോ 0. ഇവിടെ നോക്കിക്കേ, ഇവിടെ -18 -6 കൂടെ ആകുമ്പോൾ -24 +24 കൂടെ ആകുമ്പോൾ 0. ഇവിടെയോ അവിടെയും 0 തന്നെ. ഇവിടെയോ ഇവിടെ നോക്കിക്കേ, ഇവിടെ 6 3 9 ആണ്. 9 8 പോയാൽ 1 ആണ്. ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ എ ബിയുടെ മൾട്ടിപ്പിൾ, അതായത് എ ബി കിട്ടിയിരിക്കുന്നത് എന്തായിട്ടാണ്? ഒരു I3 മെട്രിക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. I3 എന്ന് പറഞ്ഞാൽ ഓർഡർ 3 ഉള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ എ ബി പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് എയും ബിയും കൂടെ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടിയിരിക്കുന്നു. എത്ര ഓർഡർ ഉള്ള? 3 ഓർഡർ ഉള്ള. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതൊരു I3 ആണെങ്കിൽ, അതായത് എ ബി എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. എ ബി എന്ന് പറയുന്നത് I3 ആണെങ്കിൽ
എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ബിക്ക് ഈക്വൽ ആയിരിക്കും. പഠിച്ചു വെച്ചോണം. എ ബി ഇസ് ഈക്വൽ ടു I3, ദെൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ബി തന്നിട്ടുണ്ട്. എത്രയാ? -2 0 1 9 2 -3 6 1 -2 തന്നിട്ടുണ്ട്. അതാണ് ബി ആയിട്ട് തന്നിരിക്കുന്നത്. ആ ബി തന്നെ ആയിരിക്കും നമുക്കുള്ള എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് പഠിച്ചു വെച്ചോളുക. എ ബി ഇസ് ഈക്വൽ ടു I3, ദെൻ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഇതാണെങ്കിൽ മാത്രമാണ് എ ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടിയത് എങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ബി തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് എ കിട്ടുന്നു. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2. നമുക്ക് ഇത് വായിച്ചിട്ട് എഴുതാം. ഓക്കെ, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -3 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതാൻ പോകുന്നു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -2 0 1 9 2 -3 6 1 -2. ഇപ്പൊ നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാതെ എ ഇൻവേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇങ്ങനെ ആയതുകൊണ്ട് എ ബി I3 ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. ബി നമുക്ക് ഇവിടെ ഗിവൺ ആണ്. സോ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ദിസ്. ഇനി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താ? എക്സ് കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ നേരത്തെ എഴുതി. എ ഇൻവേഴ്സും ഏതും കൂടെ ബിയും കൂടെ ഇൻറ്റു ചെയ്യണമെന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് ബി അല്ല എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്താണ് എടുക്കാനുള്ളത്? സി ആണ് എടുക്കാനുള്ളത്. ഇവിടെ എടുക്കാനുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു സി. എന്താ സി എടുക്കാൻ കാര്യം? ബി എന്നത് വേറൊരു വേരിയബിൾ തന്നിരുന്നു. അപ്പൊ നമ്മൾ സി എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതണം. സി എന്ന് പറയുന്ന മെട്രിക്സ് ഇതിന്റെ കോൺസ്റ്റൻസ് അല്ലേ? 1 1 2 അല്ലേ? സി എന്ന് പറയുന്നത് 1 1 2 ആണ് നമ്മുടെ സി എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇനി എ ഇൻവേഴ്സും എന്ന് കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സി കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, എ ഇൻവേഴ്സ് ഇൻറ്റു എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? സി കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ പറഞ്ഞോ, എ ഇൻവേഴ്സ് ഇൻറ്റു സി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നു സി. ഇവിടെ തന്നെ നമുക്ക് എഴുതി കൊടുക്കാം 1 1 2. ഇനി ഇവിടെ തന്നെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞേ എ ഇൻവേഴ്സ് ഇൻറ്റു സി. -2 × 1 എന്ന് പറഞ്ഞാൽ -2 അല്ലേ? -2. അടുത്ത 0 × -0 × 1 എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ? 1 × 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തന്നെയാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്ത എന്താ വരുന്ന? 9 × 1 എന്ത് വരും? 9 9 × 1 9. 2 × 1 2. അടുത്തത് -3 × 2 -6. അടുത്ത പറഞ്ഞേ 6 × 1 എന്താ വരുന്നത്? 6. 1 × 1 1. -2 × 2 എത്ര വരും? -4. ഓക്കെ, മനസ്സിലായി. ഇനി ആഡ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി. ഇത് എന്ത് വരും? 0 വരും. ഇതോ 9 ഉം 2 കൂടെ ആഡ് ചെയ്താൽ 11 അല്ലേ? 11 6 പോകണം. 11 6 പോയാൽ എത്ര വരും? 5 വരും. ഓക്കെ, 6 5 11. അടുത്ത 6 1 7 7 4 പോകണം. അപ്പൊ എത്ര വരും? 3 വരും. ഓക്കെ, 0 5 3 എന്ന് കിട്ടി. എന്താ? നമ്മൾ എ ഇൻവേഴ്സ് ഇൻറ്റു സി കണ്ടുപിടിച്ചു. അതെന്ന് പറയുന്നത് ഏതാണ്? എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് വൈ ഇസഡ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 0. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 5, ഇസഡ് ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മൾ സോൾവ് ചെയ്ത കിട്ടിയ വേരിയബിൾസ് വാല്യൂസ് എന്ന് പറയുന്നത്. എക്സ് വൈ ഇസഡ് കണ്ടുപിടിച്ച് എങ്ങനെയെന്ന് മനസ്സിലായി? ഇവിടെ നമ്മൾ എ ഇൻവേഴ്സ് ഫോർമുല യൂസ് ചെയ്തല്ല ചെയ്തത്, പ്രോഡക്റ്റ് യൂസ് ചെയ്താണ് ചെയ്തത്. അതെന്താ കണ്ടീഷൻ? പ്രോഡക്റ്റ് യൂസ് ചെയ്തപ്പോൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി, 3 ഓർഡറുള്ള 3x3 ഓർഡറുള്ള. സോ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ബി ആയിരിക്കും. അതല്ലെങ്കിൽ അല്ല. എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി. അപ്പൊ ഇവിടെ ബി നമുക്ക് തന്നിട്ടുണ്ട്, അത് എടുത്തെഴുതി. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബി തന്നെയാണ്. ഇപ്പൊ എ ഇൻവേഴ്സ് കിട്ടിയ എ ഇൻവേഴ്സും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ സി എടുക്കാൻ കാര്യം എന്താ? ബി എന്ന വേറൊരു വേരിയബിൾ തന്നിരുന്നത് കൊണ്ടാണ് നമ്മൾ സി ആയിട്ട് കോൺസ്റ്റൻസ് എടുത്തത്. അപ്പൊ സി എന്ന മെട്രിക്സ് എഴുതിയത് മനസ്സിലായല്ലോ. സി എന്ന മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ കോൺസ്റ്റൻസ് ആണ്. സമത്തിനപ്പുറത്ത് എടുക്കുന്ന 1 1 2 ആണ്. 1 1 2. അപ്പൊ എ ഇൻവേഴ്സും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആണ് ഈ കിടക്കുന്നത്. അത് ആഡ് ചെയ്ത ആൻസർ ആണിത്. അപ്പൊ എക്സിന് പകരം ഇവിടെ വന്നു 0, വൈക്ക് പകരം വന്നു 5, സെഡിന് പകരം വന്നു എത്രയാ? 3. അപ്പൊ വേരിയബിൾസ് വാല്യൂസ് എന്ന് പറയുന്നത് x = 0, y = 5, z = 3. ഓക്കെ.